സോ ഡി എൻ എ ഫിംഗർ പ്രിൻറ്റിൻ്റെ പ്രിൻസിപ്പിൾ നമ്മൾ പറഞ്ഞിരുന്നു. അവിടെയുള്ള ആ ഡി എൻ എയുടെ വേരിയേഷൻ ആ പോളിമോർഫിസമാണ്. സോ ഒന്നിലധികം ആ ജനറ്റിക് ഡിഫറൻസ് കാണുമ്പോൾ നമ്മൾ പോളിമോർഫിസം എന്ന് പറയാം. സോ അതിൽ ഇൻവോൾവ്സ് ഐഡൻറ്റിഫൈയിങ് ഡിഫറൻസസ് ഇൻ സ്പെസിഫിക് റീജിയൻസ് ഇൻ ഡി എൻ എ. ഡി എൻ എ സീക്വൻസിൽ കാണുന്ന ഒരു പെർട്ടിക്കുലറായിട്ട് പ്രത്യേകമായിട്ട് എടുത്തു പറയുന്ന ചില റീജിയൻസ് ഉണ്ട്. ആ റീജിയൻസിനെ പറയുന്നത് റെപ്പിറ്റേറ്റീവ് ഡി എൻ എ. നമ്മൾ പറഞ്ഞതാണ് ഹ്യൂമൻ ജീനോം പ്രോജക്റ്റിൽ ചില പെർട്ടിക്കുലർ ന്യൂക്ലിയോടൈഡ് സീക്വൻസുകൾ 100 to 1000 ടൈംസ് റിപ്പീറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും പല പല പൊസിഷനുകളിലായിട്ട്. സോ നമ്മുടെ ഹ്യൂമൻ ജീനോം എടുത്തു കഴിഞ്ഞാൽ മേജർ പാർട്ടും എന്തായിരിക്കും? ഈ റിപ്പീറ്റേറ്റീവ് ഡി എൻ എ ആയിരിക്കുന്നു. സോ ഈ റിപ്പീറ്റേറ്റീവ് ഡി എൻ എ ഓരോ ഇൻഡിവിജ്വലിലും ഡിഫറെൻ്റ് ആയിരിക്കും. അതാണ് ഡി എൻ എ ഫിംഗർ പ്രിൻറ്റിങ്ങിൻ്റെ പ്രിൻസിപ്പിൾ. സോ ദിസ് ഇൻവോൾവ്സ് ഐഡൻറ്റിഫൈയിങ് ഡിഫറൻസസ് ഇൻ സം സ്പെസിഫിക് റീജിയൻസ് ഇൻ ഡി എൻ എ സീക്വൻസ്. ഡി എൻ എ സീക്വൻസിലുള്ള ആ സ്പെസിഫിക് റീജിയൻസ് ആണ് നമ്മൾ പറഞ്ഞ റിപ്പീറ്റേറ്റീവ് ഡി എൻ എ. ചില ആ പെർട്ടിക്കുലർ ആയിട്ടുള്ള ന്യൂക്ലിയോടൈഡ് സീക്വൻസുകൾ 100 1000 വട്ടം റിപ്പീറ്റ് ചെയ്തുകൊണ്ട് കാണപ്പെടുന്നത്. ആ റിപ്പീറ്റേറ്റീവ് ഡി എൻ എ ഒരു ഇൻഡിവിജ്വലിൽ കാണുന്ന പോലെ ആയിരിക്കില്ല വേറൊരു ഇൻഡിവിജ്വൽ. സോ ആ റിപ്പീറ്റേറ്റീവ് ഡി എൻ എയുടെ ആ പൊസിഷൻ അല്ലെങ്കിൽ ഏത് സീക്വൻസ് ആണ് അതിൻ്റെ ബേസിലാണ് നമ്മൾക്ക് ഡി എൻ എ ഫിംഗർ പ്രിൻറ്റിങ് എന്താണെന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുക. സോ റിപ്പീറ്റേറ്റീവ് ഡി എൻ എ എന്ന് പറഞ്ഞാൽ നമ്മൾ പറയുന്നതാണ് സ്മോൾ സ്ട്രെച്ചസ് ഓഫ് ഡി എൻ എ. ഡി എൻ എയുടെ തന്നെ സ്മോൾ സ്ട്രെച്ചസ് ആണ്, ഡി എൻ എയുടെ തന്നെ ചെറിയ ചെറിയ ഭാഗങ്ങളാണ് റിപ്പീറ്റേറ്റീവ് ഡി എൻ എ. റിപ്പീറ്റഡ് മെനി ടൈംസ് 100 to 1000 ടൈംസ് വരെ റിപ്പീറ്റ് ചെയ്യുന്നതിനാണ് റിപ്പീറ്റേറ്റീവ് ഡി എൻ എ. ആ റിപ്പീറ്റേറ്റീവ് ഡി എൻ എനെ നമ്മൾ പറഞ്ഞിരുന്നു പ്രത്യേകിച്ച് ഒരു പ്രോട്ടീനെ കോഡ് ചെയ്യുന്നതല്ല, എന്നാൽ ക്രോമസോമിൻ്റെ സ്ട്രക്ചർ, ഇവല്യൂഷൻ എന്നീ കാര്യങ്ങൾക്ക് നമുക്ക് മനസ്സിലാക്കാനായിട്ട് ഒരുപാട് സഹായിച്ചതാണ് ഈ റിപ്പീറ്റേറ്റീവ് ഡി എൻ എ. മേജർ അല്ലെങ്കിൽ ബൾക്ക് പാർട്ട് ജീനോമിൻ്റെ എന്ന് പറഞ്ഞാൽ ഹ്യൂമൻ ജീനോമിൻ്റെ ഈ റിപ്പീറ്റേറ്റീവ് ഡി എൻ എകളാണ്. സോ ഈ റിപ്പീറ്റേറ്റീവ് ഡി എൻ എനെ നമുക്ക് എന്ത് ചെയ്യാം? സെപ്പറേറ്റഡ് ഫ്രം ബൾക്ക് ജീനോമിക് ഡി എൻ എ. നമ്മുടെ ആ ജീനോമിൽ ഏറ്റവും കൂടുതലായിട്ട് കാണപ്പെടുന്ന ആ ബൾക്ക് ജീനോമിക് ഡി എൻ എയിൽ നിന്ന് നമുക്ക് നമ്മളെ ഈ റിപ്പീറ്റഡ് ആയി കാണുന്ന ഡി എൻ എനെ നമുക്ക് സെപ്പറേറ്റ് ചെയ്യാൻ പറ്റും. ആസ് ഡിഫറെൻറ്റ് പീക്കുകളായിട്ട് നമുക്ക് കാണപ്പെടും. എങ്ങനെയാണ്? ഡ്യൂറിങ് ഡെൻസിറ്റി ഗ്രേഡിയൻറ്റ് സെൻട്രിഫ്യൂഗേഷൻ. നമ്മുടെ ഹ്യൂമൻ ജീനോം ഡെൻസിറ്റി ഗ്രേഡിയൻറ്റ് സെൻട്രിഫ്യൂഗേഷനിൽ നടത്തി കഴിയുമ്പോൾ നമുക്ക് 2 പീക്കുകൾ കിട്ടും. ഒരു മേജർ പീക്കും കിട്ടും, പിന്നെ ചെറിയ ചെറിയ സ്മോൾ പീക്കുകളും കിട്ടും. സോ അതിൻ്റെ ബേസിൽ നമുക്ക് നമ്മുടെ റിപ്പീറ്റേറ്റീവ് ഡി എൻ എ നമ്മുടെ ബൾക്ക് ജീനോമിക് ഡി എൻ എ എൻറ്റയർ ജീനോമിക് ഡി എൻ എയിൽ നിന്ന് റിപ്പീറ്റേറ്റീവ് ഡി എൻ എനെ നമുക്ക് ഡെൻസിറ്റി ഗ്രേഡിയൻറ്റ് സെൻട്രിഫ്യൂഗേഷനിലൂടെ സെപ്പറേറ്റ് ചെയ്ത് കാണപ്പെടാൻ പറ്റും. സോ ബൾക്ക് ഡി എൻ എ നമ്മുടെ മേജർ ആയിട്ടുള്ള ആ ബൾക്ക് ഡി എൻ എ വലിയ മേജർ പീക്കുകളായിട്ട് നമുക്ക് കാണും. അതുപോലെ സ്മോൾ പീക്കുകളാണ് നമ്മൾ പറയുന്ന സാറ്റലൈറ്റ് ഡി എൻ എ അല്ലെങ്കിൽ നമ്മുടെ റിപ്പീറ്റേറ്റീവ് ഡി എൻ എ. സോ സ്മോൾ പീക്കുകൾ കുറേ സ്മോൾ പീക്കുകൾ ഉണ്ടാകും. ഏറ്റവും ലാർജ് ബൾക്കായിട്ട് കാണുന്ന ഈ സ്മോൾ പീക്കുകളാണ്. ആ സ്മോൾ പീക്കുകളാണ് നമ്മൾ പറഞ്ഞ റിപ്പീറ്റേറ്റീവ് ഡി എൻ എ അല്ലെങ്കിൽ സാറ്റലൈറ്റ് ഡി എൻ എ എന്ന് പറയും. എന്നാൽ മേജർ പീക്കായിട്ട് കാണുന്നത് എന്തായിരിക്കും? നമ്മുടെ ബൾക്ക് ഡി എൻ എ. സോ ബൾക്ക് ഡി എൻ എ മേജർ പീക്കായിട്ടും ഈ റിപ്പീറ്റേറ്റീവ് ഡി എൻ എ അല്ലെങ്കിൽ സാറ്റലൈറ്റ് ഡി എൻ എ കാണപ്പെടുന്നത് എങ്ങനെയായിരിക്കും? സ്മോൾ പീക്കുകളായിട്ടായിരിക്കും കാണപ്പെടുക.